ഹായ്. ഈ ഒരു വീഡിയോയിൽ MCH019 യൂണിറ്റ് 5 പ്ലാനിങ് എ ഗ്രീൻ സിന്തസിസ് അതിൽ സെക്കൻഡ് പാർട്ടായിട്ടാണ് എടുക്കുന്നത്. ബാക്കി ഭാഗം ഡിസൈൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സർഫക്റ്റൻസ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ പ്രിസിഷൻ ക്ലീനിങ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രീസ്. ഇതാണ് ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വായിച്ചു പോവാം. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. MSc കെമിസ്ട്രി ഇഗ്നോയിൽ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. Design and application of surfactants for carbon dioxide for precision planning in manufacturing and service industries. Organic solvents find a variety of uses in chemistry laboratories and chemical industries. അറിയാലോ. Besides the use of solvents in the synthesis and purification of organic compounds, they are also used for precision cleaning in optics, microelectronics, and electroplating. നോർമലി ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സിന്തസിസിനോ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷനോ മാത്രമായിട്ടല്ല ഈ സോൾവെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദേ ആർ ഓൾസോ യൂസ്ഡ് ഫോർ പ്രിസിഷൻ ക്ലീനിങ് ഇൻ ഓപ്റ്റിക്സ് മൈക്രോ ഇലക്ട്രോണിക്സ് ഇലക്ട്രോപ്ലേറ്റിംഗ് അതിലെല്ലാം പ്രിസിഷൻ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. ദ സോൾവെൻറ്റ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ മെഡിക്കൽ ഡിവൈസ് ഫാബ്രിക്കേഷനും ഡ്രൈ ക്ലീനിങ് ഓഫ് ഗാർമെൻറ്റ്സിനും ഇത്തരത്തിലുള്ള ഓർഗാനിക് സോൾവെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ദീസ് സോൾവെൻറ്റ്സ് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, വോളറ്റൈൽ പറഞ്ഞാൽ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകുന്ന, അപ്പോൾ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കാറ്റഗറിയിലാണ് ഇത്തരം സോൾവെൻറ്റ്സ് അടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഹാലോജനേറ്റഡ് കോമ്പൗണ്ട്സ് സച്ച് ആസ് CFCs and HCFCs. The examples of VOCs are volatile organic compounds are toluene, xylene, ethylene and isopropyl alcohol. Volatile organic compounds examples എന്താണ്? toluene, xylenes, ethylenes and isopropyl alcohol. They have the following advantages which make them fit as industrial cleaning fluids. എന്തുകൊണ്ടാണ് ഇതൊരു ഇൻഡസ്ട്രിയൽ ക്ലീനിങ് ഫ്ലൂയിഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്? കാരണം താഴെ പറയുന്ന അഡ്വാൻറ്റേജസ് ഉണ്ട്. They can dissolve oils, greases and waxes. ഓയിൽ, ഗ്രീസ്, വാക്സസ് അതിനൊക്കെ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. Their rapid evaporation at room temperature. റൂം ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ പെട്ടെന്ന് ഇവാപ്രേറ്റ് ചെയ്ത് പോവും ഇത്തരത്തിലുള്ള സോൾവെൻറ്റ്സ്. ദെൻ ദെയർ റിമൂവൽ അറ്റ് റൂം ടെമ്പറേച്ചർ വിത്തൗട്ട് ഹീറ്റിംഗ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോൾവെൻറ്റ്സിന് നമുക്ക് എക്സ്റ്റേണലി ഹീറ്റ് ചെയ്യാതെ തന്നെ അത് റിമൂവ് ആയിക്കോളും. വേപ്പറൈസ് ചെയ്ത് പോകുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി റിമൂവ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ദസ് ദേ ആർ സ്യൂട്ടബിൾ ഫോർ യൂസ് ഫോർ ക്ലീനിങ് ഓഫ് ഇലക്ട്രോണിക് പാർട്സ് ആൻഡ് വൂൾ ആൻഡ് ഗാർമെൻറ്റ്സ്. അപ്പോൾ ക്ലീനിങ് പർപ്പസിന് ഇത്തരം സോൾവെൻറ്റ്സ് യൂസ് ചെയ്യാം. കാരണം അത് റൂം ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ നമുക്ക് ചൂടാക്കാതെ തന്നെ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിമൂവൽ പ്രോസസ്സ് ഈസിയാണ്. ദ ഹാലജനേറ്റഡ് സോൾവെൻറ്റ്സ് സച്ച് ആസ് CFCs, HCFCs have the following characteristics due to which they are used in industries. ഇനി CFC, HCFC ഇത്തരത്തിലുള്ള ഓർഗാനിക് സോൾവെൻറ്റ്സ്, ഹാലോജനേറ്റഡ് സോൾവെൻറ്റ്സ്, ഹാലജൻ ഉള്ളതാണ് ഇവിടെ. ക്ലോറിൻ, ഫ്ലൂറിൻ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യേണ്ട കാര്യം എന്താ? യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണ്? ദെയർ ഇനേർട്ട് നേച്ചർ. അവർ ഇനേർട്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദേ ഹാവ് സ്ട്രോങ് കാർബൺ ഹാലജൻ ബോണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള കാർബൺ ഹാലജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് വേറെ റിയാക്ഷനോ ഒന്നും പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഇനേർട്ടാണ്. പിന്നെ നോൺ ഫ്ലെയിമബിലിറ്റി പോരാത്തതിന് നോൺ ടോക്സിക് നേച്ചറാണ്. ബട്ട് ഡു ദിസ് ഹാവ് എനി ഡിസഡ്വാൻറ്റേജസ്? ഇത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് ബോത്ത് ദീസ് കാറ്റഗറീസ് ഓഫ് സോൾവെൻറ്റ്സ് ഹാവ് ഹാംഫുൾ എഫക്ട്സ് ഓൾസോ. അപ്പോൾ ഇതിന് ഹാംഫുൾ എഫക്ട്സ് കൂടെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ volatile organic compounds react with oxides of nitrogen. നമ്മൾ ഫോട്ടോ കെമിക്കൽ സ്മോക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതേപോലെ ഇവിടെ volatile organic compounds reacts with oxides of നൈട്രജൻ്റെ ഓക്സൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, which are present in the atmosphere as by-products of combustion from fossil fuels. ഈ നൈട്രജൻ്റെ ഓക്സൈഡ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോൾ ആസ് എ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ദിസ് റിയാക്ഷൻ ഗിവ്സ്
down level ozone. Okay, this reaction gives down level ozone, nitric acid and partially oxidized compounds. Okay, ozone, nitric acid and partially oxidized compounds. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ VOC is നൈട്രജൻ്റെ ഓക്സൈഡ്സ് പ്ലസ് സൺലൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഓസോൺ കിട്ടുന്നു, നൈട്രിക് ആസിഡ് കിട്ടുന്നു, മറ്റ് പാർഷ്യലി ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് കിട്ടുന്നു. These products together constitute smoke, which aggravates asthma and other respiratory diseases as well as cancer in males which even do not smoke. അപ്പോൾ ഇത്തരമുള്ള കോമ്പൗണ്ട്സ് എന്താ സംഭവിക്കുക? ആസ്മ ഉള്ള ആൾക്കാർക്ക് അത് കൂടുതലാകാനും പിന്നെ മറ്റ് റെസ്പിറേറ്ററി ഡിസീസസ് ലൈക്ക് ക്യാൻസർ പോലുള്ളതെല്ലാം വരും. അപ്പോൾ മെയിലിലെല്ലാം ക്യാൻസർ വരാറുണ്ട് അവർ സ്മോക്ക് ചെയ്തില്ലെങ്കിൽ കൂടെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സ്മോഗ് ഓൾസോ ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ട്രോപ്പോസ്ഫെറിക് ഓസോൺ. സ്മോഗ് എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആ ട്രോപ്പോസ്ഫിയറിൽ തന്നെ ഓസോണിൻ്റെ കണ്ടന്റ് കൂട്ടുന്നു. ദേ ഓൾസോ ഇൻക്രീസ് ദ ഓസോൺ ലെവൽ ഇൻ ദ അറ്റ്മോസ്ഫിയർ വിച്ച് മേ റിസൾട്ട് ഇൻ ഡാമേജ് ഓഫ് ക്രോപ്സ്, ഹാർഡനിങ് ഓഫ് റബ്ബർ ആൻഡ് ഡിസ്കളറേഷൻ ഓഫ് ഫാബ്രിക്സ്. അപ്പോൾ ഈ ഓസോണിൻ്റെ പ്രസൻസ് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാരണമാവുന്നു? ക്രോപ്സിൻ്റെ ഡാമേജ്, പിന്നെ റബ്ബർ ഹാർഡനിങ് ഓഫ് റബ്ബർ, പിന്നെ ഡിസ്കളറേഷൻ ഓഫ് ഫാബ്രിക്സ്. ഓക്കെ, CFCs, when released as waste in the atmosphere, reach to the stratosphere where they decompose into chlorine radicals by UVC rays of sun. സൂര്യൻ്റെ UVC റേസിൻ്റെ പ്രസൻസിൽ ഈ CFC നമ്മളിപ്പോൾ വേസ്റ്റായിട്ട് അറ്റ്മോസ്ഫിയറിൽ കിടക്കുകയാണെങ്കിൽ അത് സ്ട്രാറ്റോസ്ഫിയറിൽ പോയി അവിടെയുള്ള ക്ലോറിനുമായിട്ട് അവിടെയുള്ള ക്ലോറിനില്ല അവിടെയുള്ള UVC റേസ് സൺലൈറ്റിൻ്റെ UVC റേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ദേ ഡീകമ്പോസ് ഇൻ ടു ക്ലോറിൻ റാഡിക്കൽസ്. ഓക്കെ, CL കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് കാണിക്കുന്നില്ല, അതാണ് CL ഡോട്ട് പറയുന്നതാണ് ആ ക്ലോറിൻ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റാഡിക്കൽസ് എന്തോ ദീസ് ക്ലോറിൻ റാഡിക്കൽ ഡിസ്ട്രോയ് ഓസോൺ ലെയർ. പിന്നീട് ഈ റാഡിക്കൽസ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ആണ് ഓസോൺ ലെയറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നോക്കൂ, CF2Cl2 പ്ലസ് UVC റേഡിയേഷൻ ദാറ്റ് ഈസ് UVC റേസ് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ കിട്ടി. CF2Cl2 എന്തായി മാറി? CF2Clഉം Clൻ്റെ ഒരു റാഡിക്കലും കിട്ടി. സ്റ്റെപ്പ് 2 എന്താ പറയുന്നത്? ഈ ക്ലോറിൻ റാഡിക്കൽ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിജനും പിന്നെ ClO റാഡിക്കലായിട്ട് മാറുന്നു. ClO ഫ്രീ റാഡിക്കലായിട്ട് മാറുന്നു. ഓക്കെ, ഈ ClO ഫ്രീ റാഡിക്കൽ വേറൊരു ഓക്സിജൻ റാഡിക്കലായി ചേർന്ന് എന്തായി മാറുകയാണ്? വീണ്ടും Cl ഫ്രീ റാഡിക്കലായിട്ട് മാറുകയാണ്. പ്ലസ് ഓക്സിജൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓവറോൾ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏത് രീതിയിൽ വരും? O3 ഓസോൺ പ്ലസ് ഫ്രീ ഓക്സിജൻ ആറ്റം ഗീവ്സ് Cl ഫ്രീ റാഡിക്കൽ പ്ലസ് O2 എന്ന രീതിയിൽ വരും. അപ്പോൾ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത് രണ്ടും മിക്സ് ചെയ്ത് എഴുതുമ്പോഴാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വരുന്നത്. കോമൺ ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റും. ഓക്കെ, so you can see that chlorine radical generated in step 1 കണ്ടോ, സ്റ്റെപ്പ് 1ൽ പ്രൊഡ്യൂസ് ചെയ്ത ക്ലോറിൻ റാഡിക്കൽ റിയാക്ട്സ് വിത്ത് ഓസോണിലാണ് റിയാക്ട് ചെയ്ത് ClO റാഡിക്കൽ ഫോം ചെയ്യുന്നു ആൻഡ് ഓക്സിജൻ ഫോം ചെയ്യുന്നു. ഈ ClO റാഡിക്കൽ സ്റ്റെപ്പ് 3ൽ ഓക്സിജൻ ആറ്റുമായിട്ട് ചേർന്ന് ക്ലോറിൻ റാഡിക്കൽ അഗെയിൻ ഫോം ചെയ്യുന്നു, പിന്നെ ഓക്സിജനും ഫോം ചെയ്യുന്നു. ഈ രണ്ട് സ്റ്റെപ്പിൻ്റെയും നെറ്റ് റിസൾട്ട് എന്താണ്? ദ ജനറേഷൻ ഓഫ് ക്ലോറിൻ റാഡിക്കൽ ആൻഡ് ഓക്സിജൻ വെറാസ് ഓസോൺ ഇസ് ഗെറ്റിംഗ് ഡിസ്ട്രോയ്ഡ്. അപ്പോൾ ഓസോൺ ഡിപ്ലീറ്റ് ആവുന്നതിൻ്റെ ഒപ്പം ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ വരുന്നു. വീണ്ടും ക്ലോറിൻ ഫ്രീ റാഡിക്കൽ കിട്ടിയില്ലേ, അത് അടുത്ത ഓസോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ആവും. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ദസ് ദ റിപ്പീറ്റേഷൻ ഓഫ് സ്റ്റെപ്പ് 2 and 3 ടേക്സ് പ്ലേസ് ആൻഡ് ഓസോൺ കണ്ടിന്യൂസ് ടു ഗെറ്റ് ഡിപ്ലീറ്റഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഇങ്ങനെയാണ് ഓസോൺ ഡിപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, യു ഓൾറെഡി നോ ദാറ്റ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ അലോസ് UVB rays of sunlight to reach the Earth's surface. The exposure to increased UV radiation can cause skin cancer and cataract in humans. അപ്പോൾ എന്താണ് ഈ പറയുന്ന ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ കാരണം UVB റേസ്
യു വി ബി റേസ് ഓഫ് സൺലൈറ്റ് എർത്ത് സർഫസിലേക്ക് എത്തുന്നു. അപ്പോൾ എർത്ത് സർഫസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എന്തിൻ്റെ കാരണമാവും? സ്കിൻ ക്യാൻസറിനും കാറ്ററാക്റ്റിനും കാരണമാവും. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിൻ്റെ harmful effects. Due to the harmful effects of VOCs and HCFC, കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഫൈൻഡിങ് യൂസ് ആൻ ആൾട്ടർനേറ്റീവ് സോൾവെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ആയതുകൊണ്ട്, ഹാർംഫുൾ ഇഫക്റ്റ് ആയതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വേറൊരു ആൾട്ടർനേറ്റീവ് സോൾവെൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹാവിങ് സർട്ടൻ അഡ്വാൻറ്റേജസ് സച്ച് ആസ് ഇറ്റ് ഈസ് നോൺ ഫ്ലെയിമബിൾ. അത് നോൺ ഫ്ലെയിമബിൾ ആണ് അല്ലേ, കത്തിപ്പിടിക്കുന്നതല്ല അല്ലേ. പിന്നെ നോൺ ടോക്സിക് ആണ്. ആൻഡ് കെമിക്കലി ബെനിങ് ഇൻ നേച്ചർ. കെമിക്കലി അതിന് പ്രത്യേകിച്ച് നെഗറ്റീവ് എഫക്ട്സ് ഒന്നും ഇല്ല കാർബൺ ഡൈ ഓക്സൈഡിന് എന്നാണ് പറയുന്നത്. Though it is not involved in the smoke formation or ozone depletion, yet it is a greenhouse gas and can contribute to global warming. ഇത് സ്മോഗ് ഫോർമേഷൻ ഉണ്ടാക്കുന്നില്ല, ശരിയാണ്. ഓസോൺ ഡിപ്ലേഷൻ നടക്കുന്നില്ല, അതും ശരിയാണ്. പക്ഷേ ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. അപ്പോൾ എക്സസ് പ്രൊഡക്ഷൻ ഓർ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ വന്നാൽ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. The gaseous carbon dioxide can be obtained from the gas wells and can also be recovered from the process of manufacture of ammonia. ഓക്കെ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോഴ്സ് ഗ്യാസ് വെൽസിനും പിന്നെന്താണ് അമോണിയയുടെ പ്രൊഡക്ഷനും ഒക്കെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോൾവെൻറ്റ് ഇൻ എ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിനെ അതിൻ്റെ സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ദ യൂസ്ഡ് ഗ്യാസ് ക്യാൻ ബി റീസൈക്കിൾഡ് ആസ് ഇറ്റ് ക്യാൻ go to its gaseous state easily because heat of evaporation is low as compared to those of other solvent. അപ്പോൾ ഇവിടെ ഇത് സോൾവെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സൂപ്പർ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു. ഈ യൂസ്ഡ് ഗ്യാസിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റും, കാരണം ഇത് പെട്ടെന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ഈസിലി പോവും. ഇവാപ്രേഷൻ, ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ, ഇവാപ്രൈസ്ഡ് ആവാനുള്ള, വേപ്രൈസേഷൻ നടക്കാനുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഹീറ്റ് വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു ദോസ് ഓഫ് അതർ സോൾവെൻറ്റ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും. The lower heat of evaporation of carbon dioxide requires lesser fuel, thereby reducing the environmental pollution. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലോ ഹീറ്റ് ഓഫ് ഇവാപ്രേഷൻ കാരണം നമുക്ക് ഇവിടെ റിയാക്ഷൻ നടത്താൻ, ഇത് ഇവാപ്രേറ്റ് ചെയ്ത് പോകാനുള്ള എനർജി കൊടുക്കാൻ വേണ്ടി ലെസ്സർ ഫ്യൂവലേ ആവശ്യമുള്ളൂ. അപ്പോൾ ഫ്യൂവൽ കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് അത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ കാരണമാകും. ഓക്കെ, ഇനി ഇതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് ദ ടെമ്പറേച്ചർ എബവ് വിച്ച് ഡിസ്റ്റിങ്ക്ട് ലിക്വിഡ് ഫേസ് ഓഫ് ദ സബ്സ്റ്റൻസ് കനോട്ട് എക്സിസ്റ്റ്. കണ്ടോ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ ഇസ് ദ ടെമ്പറേച്ചർ എബവ് വിച്ച്, അതിൻ്റെ മുകളിൽ ഡിസ്റ്റിങ്ക്ട് ലിക്വിഡ് ഫേസ് ഓഫ് ദ സബ്സ്റ്റൻസ് കനോട്ട് എക്സിസ്റ്റ്. ഒരു ലിക്വിഡ് ഫേസിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, റെസ്പെക്റ്റീവ് ഓഫ് ദ പ്രഷർ അപ്ലൈഡ്. അതിനെ പ്രഷർ അപ്ലൈ ചെയ്ത് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരുന്നില്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ശേഷം അത് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോവും. ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് 31 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ അതിന് ലിക്വിഡ് സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. ദെൻ അടുത്തത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് റീയൂസ്ഡ്. നമ്മൾ പറഞ്ഞല്ലോ, പോയത് വീണ്ടും റീയൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് അഗെയിൻ ആസ് സോൾവെൻറ്റ് ആഫ്റ്റർ കൺവേർട്ടിങ് ഇറ്റ് അഗെയിൻ ഇൻ ടു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഗ്യാസ് സ്റ്റേറ്റ് ആയതിനെ വീണ്ടും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ഹാവ് ദ ഡെൻസിറ്റി സിമിലർ ടു ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ അതേ ഡെൻസിറ്റി തന്നെയാണ് ഉണ്ടാവുക, പക്ഷേ വിസ്കോസിറ്റി സിമിലർ ടു ദാറ്റ് ഓഫ് ഗ്യാസ് സ്റ്റേറ്റ്. ഡെൻസിറ്റി ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ സെയിം ആണെങ്കിൽ അതിൻ്റെ ഗ്യാസ് സ്റ്റേറ്റിൻ്റെ വിസ്കോസിറ്റിയാണ് ഈ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സിന് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി എന്താണ് ക്രിട്ടിക്കൽ പ്രഷർ? ദ ക്രിട്ടിക്കൽ പ്രഷർ ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് ദ പ്രഷർ അറ്റ് വിച്ച് the substance can no longer exist in a gaseous state. The critical pressure of carbon dioxide is 72.8 atm. Okay, the critical pressure of the substance is the pressure at which the substance can no longer exist as a gaseous state. gaseous സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു പ്രഷറാണ് എന്ത് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 72.8 atm ആണ്. അടുത്തത് സ്മോളർ ആലിഫാറ്റിക്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യൂസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. യൂസ് എങ്ങനെയൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്.
Smaller aliphatic hydrocarbons having less than 20 carbon atoms, aldehydes and ketones and esters dissolves in carbon dioxide. കണ്ടോ, ഒരു 20 കാർബൺ ആറ്റം വരെയുള്ള കാർബൺ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസും ആൽഡിഹൈഡ് കീറ്റോൺ അതിനെല്ലാം കാർബൺ ഡൈ ഓക്സൈഡിൽ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും, എസ്റ്ററിനും. ബട്ട് മെനി സബ്സ്റ്റൻസസ് സച്ച് ആസ് ഹെവി ഓയിൽസ്, വാക്സസ് ആൻഡ് ഗ്രീസസ്, സോൾട്ട് റെസിഡ്യൂസ്, പ്രോട്ടീൻസ്, ഹെവി മെറ്റൽസ് ഹാവ് പുവർ സോലിബിലിറ്റി ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാൽ മറ്റ് വേറെ കുറേ സബ്സ്റ്റൻസായ ഹെവി ഓയിൽസ് ഉണ്ടാവും, വാക്സസ്, ഗ്രീസ്, സോൾട്ട് റെസിഡ്യൂസ്, പ്രോട്ടീൻ, ഹെവി മെറ്റൽസ്, അതിനെല്ലാം കാർബൺ ഡൈ ഓക്സൈഡിൽ സോലിബിലിറ്റി കുറവാണ്. ദർ സോലിബിലിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ദ യൂസ് ഓഫ് സർഫക്റ്റൻസ്. അപ്പോൾ അതിൻ്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സർഫക്റ്റൻസ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. What a surfactant has two ends with different polarities. Charges different ആയിട്ടുള്ള ഡിഫറെൻറ്റ് പൊളാരിറ്റീസ് ഉള്ള രണ്ട് എൻഡ് ഉള്ളതാണ് സർഫക്റ്റൻ്റ് എന്ന് പറയുന്നത്. One end has a polarity similar to that of the solvent, while the polarity of other end is similar to that of substance to be dissolved or emulsified. അപ്പോൾ ആ രണ്ട് പോളാരിറ്റി കാണിക്കുന്ന രണ്ട് എൻഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു എൻഡ് എന്താണ്? വൺ എൻഡ് ഹാസ് എ പൊളാരിറ്റി സിമിലർ ടു ദാറ്റ് ഓഫ് സോൾവെൻറ്റിന് പോലുള്ള ഒരു പൊളാരിറ്റിയും, മറ്റൊരു എൻഡ് സബ്സ്റ്റൻസ് ടു ബി ഡിസോൾവ് ആവേണ്ട അല്ലെങ്കിൽ എമൾസിഫൈഡ് ആവേണ്ട ഒരു സബ്സ്റ്റൻസിൻ്റെ പൊളാരിറ്റി പോലെയാണ് ഇനിയൊരു എൻഡ്. ദ സർഫക്റ്റൻറ്റ് മോളിക്യൂൾസ് അസംബിൾ ടു ഫോം എ മിസൽ. ഓക്കെ, ഈ സർഫക്റ്റൻറ്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? എല്ലാം അങ്ങനെ ചേർന്ന് അതൊരു മിസൽ എന്ന് പറയും. മിസലി ഫോം ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് സോപ്പിൻ്റെ ക്ലൻസിങ് ആക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 10th പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. സോപ്പിൻ്റെ ക്ലൻസിങ് ആക്ഷനിൽ സോപ്പിന് രണ്ട് എൻഡ് ഉണ്ട്. ആ രണ്ട് എൻഡിൽ ഒന്ന് ഓയിൽ ഡിസോൾവ് ചെയ്യും, ഒന്ന് വാട്ടറിൽ സോല്യൂബിൾ ആണ് എന്ന രീതിയിൽ. ഓക്കെ, അതുപോലെ ഒരു പോളാർ എൻഡും നോൺ പോളാർ ചെയിനുമാണ് സർഫക്റ്റൻറ്റ് മോളിക്യൂളിലുള്ളത്. അപ്പോൾ ഈ നോൺ പോളാർ ചെയിനാണത്, മറ്റേത് പോളാർ എൻഡാണ്. അപ്പോൾ ഈ നമുക്ക് പോളാർ സോൾവെൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ പോളാർ സോൾവെൻറ്റിൽ ഡിസോൾവ് ആവുന്ന രീതിയിലുള്ള പോളാർ എൻഡ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത പോലെയും, നമ്മുടെ കയ്യിൽ നോൺ പോളാർ സൊല്യൂട്ട് ആണെങ്കിൽ ആ നോൺ പോളാർ സൊല്യൂട്ടിൽ നോൺ പോളാർ ചെയിൻ ഡിസോൾവ് ആവുന്ന രീതിയിലും ഒരു സ്ട്രക്ചർ ഫോം ആവും. ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ സോപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ സോപ്പിന് രണ്ട് എൻഡ് ഉണ്ട്, ഒരു അയണിക് എൻഡും മറ്റൊന്ന് ഹൈഡ്രോ കാർബൺ ചെയിനുമാണ്. ആ അയണിക് എൻഡ് വാട്ടറിൽ ഡിസോൾവ് ആവും, ഹൈഡ്രോ കാർബൺ ചെയിന് ഓയിലാണ് ഡിസോൾവ് ആവുക. അപ്പം നമ്മുടെ ക്ലോത്തിലുള്ള ഡേർട്ട് ഓയിലി ഇൻ നേച്ചറാണ്. അപ്പോൾ ഈ ഡേർട്ടാണ് ഇവിടെ നോൺ പോളാർ സൊല്യൂട്ട് എന്ന് പറയുന്നില്ല, ആ ഭാഗത്ത് ഡേർട്ടാണ് ഓയിലാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാ ഹൈഡ്രോ കാർബൺ ചെയിനും വന്ന് അറ്റാച്ച്ഡ് ആവുന്ന പോലെയാണ്, അതിൽ ഡിസോൾവ് ആവുന്ന പോലെ ഒരു സ്പെസിഫിക് സ്ട്രക്ചറാണ് അറേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വാട്ടറിലായിരിക്കുമല്ലോ, അപ്പോൾ അതൊരു പോളാർ സോൾവെൻ്റ് ആണെങ്കിൽ അവിടെ അയണിക് എൻഡുകൾ മറ്റ് ഭാഗം ഡിസോൾവ് ആവുന്ന പോലെ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു മിസലിൻ്റെ സ്ട്രക്ചർ. ഇതേപോലെ കുറേ മിസലീസ് വരും, അങ്ങനെ ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്ത് അതൊരു എമൾസിഫൈഡ് ആയ പോലെ എമൽഷൻ പോലെ ഫോം ആവും. പിന്നീട് അത് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെയാണ് സർഫക്റ്റൻറ്റ് മോളിക്യൂൾ. രണ്ടാമത്തത് മിസലി ഷോയിങ് പോളാർ എൻഡ്സ് ആൻഡ് നോൺ പോളാർ സെൻട്രൽ പാർട്ട്. ഓക്കെ, ഇതൊരു നോൺ പോളാർ സെൻട്രൽ പാർട്ടും ഇത് പോളാർ എൻഡുമാണ്. Such miscellanies are also formed in the cleansing action of soaps and detergent which act as surfactants. Okay, so such miscellanies are also formed in the cleansing action of soaps and detergent which act as surfactants. ഇങ്ങനെയുള്ള മിസലീസും ഈ സോപ്പ് നമ്മൾ പറഞ്ഞല്ലോ സോപ്പും ഡിറ്റർജൻസിലും, അപ്പോൾ അതും എന്താണ് സർഫക്റ്റൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ സർഫക്റ്റൻ്റ് എന്ത് ചെയ്യും? സ്റ്റെബിലൈസസ് നോൺ പോളാർ പാർട്ടിക്കിൾ ഇൻ എ പോളാർ സോൾവെൻറ്റ്. ഇപ്പം നോൺ പോളാർ പാർട്ടിക്കിൾ, ഇപ്പോൾ ഓയിൽ വാട്ടറിൽ ഡിസോൾവ് ആവില്ല, പക്ഷേ ഈ സർഫക്റ്റൻ്റ് ഉണ്ടാവുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഇതിൻ്റെ നോൺ പോളാർ സോല്യൂട്ടിനെ അല്ലെങ്കിൽ നോൺ പോളാർ പാർട്ടിക്കിളിനെ പോളാർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിക്കുന്ന രീതിയിൽ എന്താണ് സ്റ്റെബിലൈസ് ചെയ്യും ആൻഡ് ഡിസോൾവ്സ് ദ non-polar solute in the polar solvent. The problem of substances which are not soluble in carbon dioxide could be resolved by the use of copolymers, surfactants of carbon dioxide. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിൽ ഏതെങ്കിലും സബ്സ്റ്റൻസ് ഡിസോൾവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കോപോളിമർ ഓർ സർഫക്റ്റൻസ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ,
കാർബൺ ഡൈ ഓക്സൈഡിൽ ഡിസോൾവ് ആകുന്ന രീതിയിലുള്ള ഒരു പോളിമർ സർഫക്റ്റൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ജോസഫ് എം ഡി സൈമൺ found that polymers having most of the valences satisfied by fluorine atoms are soluble in liquid and supercritical carbon dioxide. ഇപ്പോൾ ജോസഫ് എം ഡി സിമോൺ എന്താ കണ്ടുപിടിച്ചത്? പോളിമേഴ്സ് ഹാവിങ് മോസ്റ്റ് ഓഫ് ദി വാലൻസസ് സാറ്റിസ്ഫൈഡ് ബൈ ഫ്ലൂറിൻ ആറ്റം. ഫ്ലൂറിൻ ആറ്റം കൊണ്ട് സാറ്റിസ്ഫൈ ആയിട്ടുള്ള കൂടുതൽ വാലൻസീസ് എല്ലാം ഫ്ലൂറിൻ ആറ്റമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള പോളിമേഴ്സിനെ നമുക്ക് ലിക്വിഡിലും പിന്നെന്താണ് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡിലും ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ലിക്വിഡ് ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡിൽ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് കണ്ടുപിടിച്ചു. Their solubility is due to weak van der Waals forces between carbon dioxide molecule and similar weak forces between fluorocarbon tails of the polymer shown in the figure. ഇതൊരു പോളിമറാണ്. നമ്മൾ ഈ ബ്രാക്കറ്റിൽ എഴുതുന്നത് റിപ്പീറ്റിംഗ് യൂണിറ്റ് പോലെയാണ്. അതിലൊരു ഭാഗമാണ് ഈ കാണിക്കുന്ന C+Bond-Oയും പിന്നെ CH2 പിന്നെ CF3 എന്ന് പറയുന്നില്ല. അപ്പോൾ കൂടുതൽ വാലൻസിയും ഫ്ലൂറിൻ ആറ്റം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന ഒരു മോളിക്യൂളിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിലെ ഈ ഫ്ലൂറിൻ അടങ്ങിയിട്ടുള്ള ഫ്ലൂറോ കാർബൺ ടെയില് എന്താണ്, അതിനും വീക്ക് ഫോഴ്സ് ആണുള്ളത്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള വാണ്ടർവാൾസ് ഫോഴ്സും അതും വീക്കാണ്. അപ്പോൾ രണ്ടും വീക്കായതുകൊണ്ട് ഇത് ഫ്ലൂറോ കാർബൺ ടെയില് കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക്കാണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതാണ്. ഇതാണ് പോളിമർ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് ഫ്ലൂറോ കാർബൺ ടെയിൽ. ഫിലിക്, ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹൈഡ്രോഫിലിക് പറഞ്ഞാൽ വാട്ടറിനെ ഇഷ്ടപ്പെടുന്നത്, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഫ്ലൂറോ കാർബൺ ടെയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് എന്നാണ് ഇരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ ഇഷ്ടപ്പെട്ട് അതിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ. ഡി സിമൺ ഡെവലപ്ഡ് block and graft polymer in which some blocks were soluble in carbon dioxide while the others were not. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഫ്ലൂറോ കാർബൺ ടെയിലാണ് കാർബൺ ഡൈ ഓക്സൈഡിൽ ഡിസോൾവ് ആവുക, വേറെ ഭാഗം ഡിസോൾവ് ആവില്ല. സോ ദ സർഫക്റ്റന്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻസ് carbon dioxide phobic block as the main chain on which carbon dioxide philic block is grafted. അതായത് ഇപ്പോൾ ഇതാണ് CH2CH N ടൈംസ് എഴുതിയിട്ടുണ്ട്, C+Bond ആ പാർട്ട് ഉണ്ടല്ലോ, അങ്ങനെ ഒരു പാർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് ആണ്. ഫോബിയ പറഞ്ഞാൽ പേടി എന്നാണ് അർത്ഥം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൽ ഡിസോൾവ് ആവില്ല എന്ന രീതിയിൽ. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് ബ്ലോക്സ് ക്യാൻ ബി മെയ്ഡ് എയ്തർ ലിപ്പോഫിലിക് or hydrophilic depending upon what type of material is to be dissolved in it. Carbon dioxide phobic blocks can be made either lipophilic or hydrophilic depending upon what type of material is to be dissolved in it. അതായത് ഏതിൽ ഡിസോൾവ് ആക്കണം, ഇപ്പോൾ ലിപ്പിഡ്സിൽ ഡിസോൾവ് ആക്കണമോ അതോ വാട്ടറിൽ ഡിസോൾവ് ആവുന്ന രീതിയിലാണോ, അങ്ങനെയാണെങ്കിൽ അത് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് ബ്ലോക്കിന് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം, ആ ഏത് മെറ്റീരിയൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് ബ്ലോക്സ് ക്യാൻ ബി മെയ്ഡ്, അതിനെ ഒന്നുകിൽ ലിപ്പോഫിലിക് ആക്കാം അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് ആക്കാം എന്ന് പറയുന്നുണ്ട്. മറ്റേതെന്താ, കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് ആയിട്ടുള്ള ഫ്ലൂറോ കാർബൺ ടെയിലാണ്. Another polymer was synthesized by D. Simon, which had polystyrene carbon dioxide insoluble block. വേറൊരു ഇതേപോലുള്ള ഒരു പോളിമർ ഡി സിമൺ ഡെവലപ്പ് ചെയ്തത് എന്താണ്, അവിടെ ഒരു പോളിസ്റ്റൈറീൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസൊല്യൂബിൾ ബ്ലോക്ക് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആവാത്ത ഒരു പോളിസ്റ്റൈറീൻ ബ്ലോക്കും അനദർ ബ്ലോക്ക് ഓഫ് പോളി 1,1 ഡൈഹൈഡ്രോ പെർഫ്ലൂറോ ഒക്ടൈൽ അക്രിലേറ്റ്. അപ്പോൾ ഒരു ഭാഗം പോളിസ്റ്റൈറിൻ ആണ്, അത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസൊല്യൂബിൾ ബ്ലോക്ക് ആണ്. മറ്റൊരു ഭാഗം പോളി 1,1 ഡൈഹൈഡ്രോ പെർഫ്ലൂറോ ഒക്ടൈൽ അക്രിലേറ്റ് ആണ്. ഡൈഹൈഡ്രോ പെർഫ്ലൂറോ ഒക്ടൈൽ അക്രിലേറ്റ് ആണ്, വിച്ച് ഹാഡ് ഫ്ലൂറോ കാർബൺ പോർഷൻ ആസ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് ഗ്രാഫ്റ്റ്. ഓക്കെ, അതിലെന്താണ്, അതിന് ഫ്ലൂറോ കാർബൺ പോർഷൻ ഉണ്ട്, അത് കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് ഗ്രാഫ്റ്റ് ആണ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, രണ്ടെണ്ണം അങ്ങനെ ജോയിൻ ചെയ്ത പോലെയാണ് ഈ ഒരു പോളിമർ ഉണ്ടാവുക. ഇതുണ്ടോ, ഈ ഒരു പാർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് ചെയിൻ സെഗ്മെന്റ് ആണ്. ഈ ഒരു CH2CH N ടൈംസും അതിൻ്റെ അവിടെ ഒരു ബെൻസീൻ റിങ്ങും അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. അതിന് ശേഷമുള്ള ഈ ഭാഗം ഉണ്ടല്ലോ,
ഇത്രയും നേരത്തെ കണ്ട പോലത്തെ അത്രയിലും എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് ഫ്ലൂറോ കാർബൺ ടെയിലാണ് ഈ ഒരു പോർഷൻ. So carbon dioxide phobic block copolymer as the main chain on which carbon dioxide philic block ഒരു ഫ്ലൂറോപോളിമർ ഗ്രാഫ്റ്റ് ചെയ്ത പോലെ കൂട്ടിച്ചേർത്ത പോലെയാണ് ഉള്ളത്. When such a copolymer is present in liquid or supercritical carbon dioxide, it forms micelles. ഇനി ഈ പറയുന്ന ഇത്തരത്തിൽ ഉള്ള ഈ ഒരു കോപോളിമർ ഒരു ലിക്വിഡിലോ അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡിലോ നമ്മൾ സോൾവെൻ്റ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞ്, അങ്ങനെ സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡിലോ അത് പ്രസന്റ് ആവുകയാണെങ്കിൽ അതൊരു മിസലി ഫോർമേഷൻ നടക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പറയുന്നതിൽ കണ്ടത് നോൺ പോളാർ സൊല്യൂട്ടിന് ചുറ്റും നമുക്കൊരു കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് സെഗ്മെന്റ് ഉണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് സെഗ്മെന്റ് ഈ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് സോൾവെന്റ് ആണ്, അതിൽ ഡിസോൾവ് ആവില്ല. പകരം ഈ നോൺ പോളാർ സൊല്യൂട്ടിലാണ് ഡിസോൾവ് ആവുന്നത്. അതിലാണ് അപ്പോൾ അത് മെർജ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം വരുന്ന ഭാഗം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് ചെയിൻ ആണ് അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നടക്കും. അപ്പോൾ രണ്ടും എന്താണ്, ഇപ്പോൾ ഈ നോൺ പോളാർ സൊല്യൂട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സോൾവെന്റിൽ ഡിസോൾവ് ആവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഒരു സർഫക്റ്റൻ്റ് ആയിട്ട് ഈ ആക്ഷൻ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കാനാണ് ഈ ഒരു കോപോളിമർ യൂസ് ചെയ്തിരിക്കുന്നത് ആസ് എ സർഫക്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സോൾവെന്റിന് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യിക്കാനായിട്ടുള്ള സർഫക്റ്റൻറ്റിൻ്റെ ഡിസൈനും ആപ്ലിക്കേഷനുമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നല്ലൊരു സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, പൊല്യൂട്ടഡ് ആവാത്ത നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, യു ക്യാൻ സീ ഇൻ ദ ഫിഗർ ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് പോർഷൻസ് ഹാവിംഗ് ഗ്രാഫ്റ്റ് സറൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസോല്യൂബിൾ പോർഷൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് പോർഷൻ അല്ലേ ഈ പുറത്തേക്ക് കാണിക്കുന്നത്, അതിന് ചുറ്റും അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസോല്യൂബിൾ പോർഷൻസ് ഉണ്ട്. അത് നോൺ പോളാർ സൊല്യൂട്ടിൽ ഡിസോൾവ് ആവും. Okay, thus the solubility of industrial materials such as oil, waxes and greases can be increased in carbon dioxide by using the surfactant. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സർഫക്റ്റൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും മെറ്റീരിയൽ കാർബൺ ഡൈ ഓക്സൈഡിൽ ഡിസോൾവ് ആക്കണമെങ്കിൽ ഈ ഒരു സർഫക്റ്റൻറ്റും കൂടെ യൂസ് ചെയ്താൽ സർഫക്റ്റൻറ്റിൽ ഈ പറയുന്ന ഓയിൽ, വാക്സ്, ഗ്രീസിൽ ഡിസോൾവ് ചെയ്യുന്ന പാർട്ട് അതിലും കാർബൺ ഡൈ ഓക്സൈഡ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന പാർട്ട് വേറെ അതിലും ഡിസോൾവ് ആവുന്ന രീതിയിൽ ഒരു സ്പെസിഫിക് അറേഞ്ച്മെന്റ് നടക്കും. അങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആവും. ദെൻ സിമിലർ ടു ദ സിറ്റുവേഷൻ വെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, dirt on clothes is dissolved in micelles formed by detergent and is then removed by water. പിന്നീട് നമ്മൾ വാട്ടറിൽ റിൻസ് ചെയ്ത് കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡിസോൾവ് ആയി, അതിനെ ട്രാപ്പ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെയാണ് ഈ ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള വാക്സ്, ഓയിൽ, ഗ്രീസസിനെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ ട്രാപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ കുഡ് ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദ മിസൽസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് സെൻറ്റർ. അപ്പോൾ ഉള്ളിൽ ആ ഓയിൽ ആയിക്കോട്ടെ, വാക്സ് ആയിട്ടോ, ഗ്രീസ് ആയിക്കോട്ടെ, നോൺ പോളാർ സൊല്യൂട്ട് ഉണ്ട്, അതിന് ചുറ്റും നോൺ പോളാർ സൊല്യൂട്ട് അല്ലേ, അതെ, അതിന് ചുറ്റും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോബിക് സെൻറ്റർ അതിലോട്ട് സെറ്റായി. അതിനുശേഷം അതിൻ്റെ പുറമെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക് ആയിട്ടുള്ള എൻഡ്, അത് കാർബൺ ഡൈ ഓക്സൈഡിൽ ഡിസോൾവ് ആവും. സിൻസ് ദ ഔട്ടർ എൻഡ്സ് ഓഫ് ദ മിസൽസ് ആർ കാർബൺ ഡൈ ഓക്സൈഡ് ഫിലിക്, ദേ ഡിസോൾവ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും തിരിച്ചൊന്ന് കാണണേ. അടുത്തത്, ഡി സിമൺ ഫൗണ്ടഡ് missile technologies in 1995 along with Timothy Romack and James McLean. This company is making dry cleaning machines which use liquid carbon dioxide as a surfactant. അപ്പോൾ അവരൊരു ഒരു മിസൈൽ ടെക്നോളജീസ് 1995 സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിയിൽ ഡ്രൈ ക്ലീനിങ് മെഷീൻസ് പ്രിപ്പയർ ചെയ്യുകയാണ്, വിച്ച് യൂസ് ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ സർഫക്റ്റൻറ്റ്. അവിടെ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് സർഫക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അത് മേക്ക് ചെയ്യുന്നത് അതാണ്. ദിസ് ടെക്നോളജി ഈസ് ഹെൽപ്ഫുൾ ഇൻ റീപ്ലേസിങ്
പെർ ക്ലോറോ എത്തിലിൻ എന്ന ഒരു കോമ്പൗണ്ടിനെ റീപ്ലേസ് ചെയ്യാനും കാരണം അത് ഗ്രൗണ്ട് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യും ആൻഡ് സസ്പെക്റ്റഡ് കാർസിനോജൻസ് ഫോർ ഹ്യൂമൻസ്. ഈ പെർക്ലോറോ എത്തിലിൻ ഹ്യൂമൻസിന് എന്താണ് ഈ കാർസിനോജൻ എന്ന ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പോലെയാണ് ഹ്യൂമൻസിന് അത് അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റ് ചെയ്യും ഈ പെർക്ലോറോ എത്തിൽ. അപ്പോൾ ആ ടെക്നോളജി അവർ ഡ്രൈ ക്ലീനിങ് മെഷീൻസിൽ പെർക്ലോറോ എത്തിലിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് സർഫക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് പെർക്ലോറോ എത്തിൻ. സി ഡബിൾ ബോണ്ട് സി എല്ലായിടത്തും ക്ലോറിൻ. ഓക്കെ. Halogenated solvents are also being minimized by using a metal cleaning system involving carbon dioxide as a surfactant. പിന്നെ ഈ ഹാലോജനേറ്റഡ് സോൾവെൻസും സ്ലോലി കുറയ്ക്കാൻ തുടങ്ങി. ദിസ് ഇസ് അഗെയിൻ ഡെവലപ്ഡ് ബൈ മിസൽ ടെക്നോളജീസ്. പിന്നീട് ഇതും മിസൽസ് ടെക്നോളജി കൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. എന്താണ് PERCയുടെ ഫുൾ ഫോം? പെർക്ലോറോ എത്തിലിൻ. വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് പെർക്ലോറോ എത്തിൻ? റൈറ്റ് ദ സ്ട്രക്ചർ. ഇതാണ് സ്ട്രക്ചർ. ഓക്കെ. Volatile. Examples of volatile organic compounds used in solvents in industries: toluene, xylene, പിന്നെ ഏതാ എത്തിലിൻ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. അതൊക്കെയാണ് എക്സാമ്പിൾസ്. ഈ സമ്മറി പാർട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ച ശേഷം നമ്മൾ ഈ സമ്മറി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കി വെക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതും സമയം കിട്ടുന്ന പോലെ നോക്കി പഠിക്കണം. പിന്നെ എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സും MSc കെമിസ്ട്രി ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ. ഓക്കെ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് യൂണിറ്റ് 6 എടുക്കാം. യൂണിറ്റ് 6, 7, 8 ഇതാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. താങ്ക് യു.